ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ പറയാൻ പോണത് കാലിബർ സ്കൾക്ക് സെൻസർ. അതായത് ഞാൻ കാണിച്ചു തരാം. ഈ സ്കൾക്ക് സെൻസർ ഉണ്ടല്ലോ, ഓക്കെ, കാണുന്ന സ്കൾക്ക് സെൻസർ ഇതാണ് വെച്ചിട്ടുണ്ടാക്കുന്നത്. ഇതാണിപ്പോൾ എന്ത് സൗണ്ടും പിക്ക് ചെയ്യും. ബട്ട് ഇത് വെച്ചിട്ട് നമുക്കൊരു ഡോർ ഉണ്ടാക്കാൻ പറ്റും, സീക്രട്ട് ഡോർ. സുജാനൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ടില്ല. അതാണ്ട് നിങ്ങൾ ഇപ്പം നിങ്ങൾക്കൊന്നും കാണാൻ പറ്റില്ല. അതുകൊണ്ട് ഇവിടെയൊക്കെ ഈ ഒരു നല്ല ചെറിയ ഗ്ലാസും പിന്നെ ഇടയ്ക്ക് കുറച്ച് ലൈറ്റ്സും, ഇതാണ്ട് ഇതിൻ്റെ മേളിലൊരു ചെറിയ ലൈറ്റ്സും അത്രയൊക്കെ വെച്ചിട്ട് ചെറിയൊരു പരിപാടി അത്രയേ ഉള്ളൂ. ബട്ട് ഇങ്ങോട്ട് കയറി നിന്ന് ആറുമുറം ഇട്ട് കഴിഞ്ഞാൽ കണ്ടോ കണ്ടില്ലേ മക്കളെ? നിങ്ങളുടെ വാല്യുബിൾസ് ഒക്കെ ഇതിനകത്ത് സൂക്ഷിക്കാൻ നിങ്ങൾക്കൊരു കുഴപ്പമില്ല. നിങ്ങൾ തിരിച്ചു പോകണോ? അതുകൊണ്ട് ഇങ്ങോട്ട് കയറിക്കുക, ഒന്നും ഉണ്ടാക്കുക. പെട്ടെന്ന് ചാടില്ലെങ്കിൽ പറ്റൂല കേട്ടോ. പെട്ടെന്ന് ചാടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഇത് കിട്ടൂല, പെട്ടെന്ന് കയറാൻ പറ്റൂല, ചെറിയ ഡിലേ പോയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇനി ഇതെങ്ങനെ ഉണ്ടാക്കും കാണിച്ചുതരാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ആദ്യം വേണ്ട സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇതെല്ലാം ഒന്ന് ഞാനിപ്പോൾ ചെറിയൊരു പ്രോ പ്ലെയറാണ്. ഓക്കെ, വേണ്ടതൊരു ടോർച്ച്, ഡസ്റ്റ്, സ്റ്റിക്കി പിസ്റ്റനാണ് വേണ്ടത്. നാരോ പിസ്റ്റൺ അല്ല, സ്റ്റിക്കി പിസ്റ്റൺ. ആൾസോ ഈ കാലിബ്രേറ്റർ സ്കൾക്ക് സെൻസറും വേണം. പിന്നെ കമ്പാരറ്റർ, പിന്നെ ഒരു ഡർട്ടല്ല, പിന്നൊരു നമ്മുടെ ഒരു ബാരല്. പുതിയ ഓപ്ഷനാട്ടോ ഇത്, ഈ ഇടയ്ക്കെങ്ങാണ്ട് വന്നതെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. ഈ ഒരു ബട്ടൺ, ഈ ബട്ടൺ നോക്കിയിട്ട് ചെയ്യുന്ന പരിപാടി. ഓക്കെ, അപ്പോൾ ഇത്ര സാധനങ്ങളാണ് നമുക്ക് ഇപ്പോൾ ആവശ്യമുള്ളത്. പറയാൻ മറന്നുപോയി, നമ്മുടെ പുതിയൊരു മൂവ് ഉണ്ടല്ലോ ഗാസ്റ്റിയ എന്ന് പറയുന്നത്, അതിന് ഞാൻ 1.19 കണ്ടിട്ടുണ്ട്. എപ്പോഴാന്നല്ലേ പറഞ്ഞുതരാം. ഞാൻ ഇതിൽ കൂടെ നടക്കുമ്പോൾ ഒരു ചെറിയ പെഗ്ഗിൽ ഈ കണ്ട നെഞ്ചത്തൊരു കത്തി ഇറക്കിയിരിക്കുന്നു. പിന്നെ ആ ഒരു ഗാസ്റ്റിയ എന്ന് പറയുന്ന മൂവിൻ്റെ ഹെഡും അതിൻ്റെ തലയിലുണ്ട്. അതെനിക്ക് ഒരു വട്ടമല്ല, 2 വട്ടമല്ല, 3-4 വട്ടം എനിക്ക് എങ്ങാണ്ട് അത് കണ്ട അനുഭവമുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു 1.19 എന്തോ ഒരു ബന്ധമുണ്ട് അത് കാണാനുള്ള. ഇത് ലീക്ക് ചെയ്തുകൊണ്ട് ഇനി മോചാങ്ങനെ ജയിലിൽ പിടിച്ചിട്ടൊന്നും അറിയില്ല. ഓക്കെ, നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. ആദ്യം നമുക്ക് ഒരു ബാരൽ വെക്കണം, ഒരു കമ്പാരറ്റർ ബ്ലോക്ക്, അതിന് മുമ്പ് ഒരു സ്കൾക്ക് കാരിയർ അല്ല, ഒരു ബ്ലോക്ക്, സ്കൾക്ക് കാരിയർ, ഇനി ഒരു 8 അൺസ്റ്റാക്കബിൾ ഐറ്റം വേണം. നമുക്കിപ്പോൾ നമ്മൾ ക്രിയേറ്റീവ് ആയതുകൊണ്ട് തന്നെ മീൻസ് 1, 2, 3, 4, 5, 6, 7, 8. ഓക്കെ, അൺസ്റ്റാക്കബിൾ ആയിട്ടുള്ള മീൻസ് നമ്മളത് 8 എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഏതെങ്കിലും ഒരു ആർമർ എടുത്തിട്ടുണ്ട്. അത്ര ഇത് കീയൊക്കെ ഉണ്ടോ? ബട്ട് ഇത് ഇപ്പോഴും സാധാരണ എല്ലാം ബുക്ക് ചെയ്യും. കാര്യം ഇപ്പം അങ്ങനെയാണ്, ഇത് ഓർഡർ ഇരിക്കുന്നുണ്ട്. ഓക്കെ, ബ്ലോക്ക് ഇത് കണ്ടല്ലേ. ഇനി ഇത് ഇവിടെ ഒരു ബ്ലോക്ക്, പിന്നെ നമ്മുടെ മെയിനായിട്ടുള്ള
വന്നിട്ട് നമ്മുടെ ടോർച്ച്, ആ ടോർച്ച് ഇവിടെ വയ്ക്കുക. നമ്മളിനി ഇവിടുന്ന് സൗണ്ട് ഇട്ട് കഴിഞ്ഞാൽ ഇത് ഓഫായിട്ട് ഓണാകും. അപ്പോൾ ആ ഓഫായിട്ട് ഓണാൻ എന്ത് ചെയ്യണം? ഒരു ബ്ലോക്ക് പണി കഴിഞ്ഞു. ഇതാണ് സിമ്പിൾ സീക്രട്ട് കാലിബ്രേറ്റഡ് സ്കൾ സെൻസറിൻ്റെ സീക്രട്ട് ഡോർ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. കഴിഞ്ഞ് നിങ്ങൾക്ക്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? ഇവിടെ വരിക, സൗണ്ട് ഉണ്ടാക്കുക. ഇത് ഡിലേ നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റും. അതിന് വേറെ എന്തൊക്കെ ചെയ്യാം. അതിന് എനിക്കറിയുന്നുണ്ടാവില്ല, നിങ്ങൾക്ക് വലിയ പാടായിരിക്കും. ചെറിയ ബിസിൻ്റെ ഓക്കെ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരിതും ഇല്ല ഇപ്പോൾ ഇവിടെ. അത് നിങ്ങൾക്ക് കാണാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ഇതെടുക്കാം, സെലക്ട് ചെയ്യുക. ഇതിങ്ങനെ വേണം അങ്ങനെ വേണമെന്നൊക്കെ. അത് നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടം. അത് ഞാൻ പറയില്ല. ഓക്കെ. അപ്പോൾ അതാണ് ഇത്. നിങ്ങളിപ്പോൾ നോക്കുമ്പോൾ എന്താ ഇച്ചിരി ചെറിയ ബ്ലോസ് ഉണ്ട്. മറ്റേ അസേലിയത്തിൻ്റെ മരം ഉണ്ട്, അസേലിയത്തിൻ്റെ മറ്റേ ഫ്ലവേർഡ് അസേലിയയുടെ സാധനം ഉണ്ട്. എന്താണ് ഫ്ലവേർഡ് അസേലിയ ഉണ്ട്. ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ ഇങ്ങോട്ട് വരും. എന്നിട്ട് നമ്മുടെ ആർമർ എടുക്കും. കഴിഞ്ഞ്. പിന്നെ ഒരു കുഴപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കയറി നിന്നിട്ട് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ അതുപോലെ താണ്ട ഇങ്ങനെ വന്ന് നിന്നിട്ട് ഈ ഒരു ഇതെടുത്ത് എനിക്കിത് ചെറിയൊരു മൈനസ് പോയിൻ്റായിട്ട് തോന്നിയത് മാത്രമാണ്. കണ്ടോ? അത് ബഗ്ഗായതല്ല, ഞാൻ നെക്കിയ വട്ടം മാറിപ്പോയി. കണ്ടോ? ബഗ്ഗായി. അത് ഈ മോഡിനകത്ത് മാത്രം കളിക്കുമ്പോഴേ നമുക്ക് ആ ഒരു ഇതറിയുള്ളൂ. കണ്ടോ? ഞാൻ ഈ ഒരു മോഡ് എടുത്തിരുന്നു. വെളിയിൽ തണ്ടർസ്റ്റോം ആണെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ പോകട്ടെ. കണ്ടോ? ക്ലിച്ചായത് കണ്ടോ? തണ്ടർസ്റ്റോം ആണോ? ആരാന്നറിയില്ല. ഇപ്പം ഞാൻ ഈ കോഡ് സെറ്റാക്കിയിട്ട് വിളിക്കുക. തണ്ടർസ്റ്റോം തന്നെ ക്രീപ്പറാ. അത് നമ്മളെ തുടപ്പില്ല കേട്ടോ. നമ്മൾ ക്രീപ്പറല്ലേ. ഷീപ്പ് തട്ടിപ്പോയി. കമാൻഡ് വെതർ തണ്ടർസ്റ്റോം ടൈം ഡേ. ഇത് അപ്പോഴും തണ്ടർസ്റ്റോം മാറൂലല്ലേ. അധികം മറന്നുപോയി. വെതർ ക്ലിയർ. ഓക്കെ, വെതർ ക്ലിയർ ആയിട്ടുണ്ട്. ഇതിപ്പോൾ നിങ്ങൾ കാണുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. ഷേഡർ പാക്ക് ഇട്ട് കഴിഞ്ഞാൽ ആണ് കാണാനിരിക്കുന്നത്. ഷേഡർ ഇടുമ്പോൾ
അത് ഞാൻ ട്രൈ ചെയ്ത് നോക്കട്ടെ. Resource pack available or ഞാൻ കയറി നോക്കട്ടെ എങ്ങനെ ഉണ്ടാവും അറിയാമല്ലോ. ഓക്കെ കയറിയിട്ടുണ്ട് ഞാൻ. ഓ മോനെ വേറെ ലെവല് അല്ലേ. ഷേഡർ ബാഗ് ഇട്ടതാണ്, പക്ഷെ ഇത് മാറുന്നില്ല ഈ സാധനം. ചെസ്റ്റ് പ്ലേറ്റ് ഇതെങ്ങനെ ഓ പക്ഷേ ഹെൽമെറ്റും തെറ്റി. നെതറൈറ്റ് ഹെൽമെറ്റ്, ചെസ്റ്റ് പ്ലേറ്റ്, ഇതെന്താ സംഭവം എനിക്ക് മനസ്സിലാവുന്നില്ല. കട്ടുമുക്കട്ടാണി സർത്തമുക്കാലി പാടൻ്റെ ചാനല് ഇങ്ങോട്ട് വരും. എൻ്റെ ഇത് നെതറൈറ്റ് തന്നെ ആണോടെ. ബ്ലോക്ക് ഓഫ് നെതറൈറ്റ് മാതിരി മറ്റേ മഞ്ഞ കട്ട പോലെ ഇരിക്കുന്നു. ഡർട്ടും നെതറൈറ്റും സെയിം. അതെ ഡർട്ടും നെതറൈറ്റും സെയിം സാധനം. ഡയമണ്ട് ബ്ലോക്ക് ടോർച്ച് എന്തോന്നാണ് കത്തുന്നത്. ടോർച്ച് തന്നെ ആണോടാ. ഞാൻ ഇവിടെ ഇതെന്ന് വെച്ചോട്ടെ. അത് വേറെ ലെവൽ. ഇലക്ട്രിക് എന്നൊരു കുഴപ്പമില്ല, അത് വഴിയില്ലാത്തൊരു അടിപൊളി. വേൾഡ് കൾക്ക് സെൻസറിനൊരു കുഴപ്പമില്ല, അതതുപോലെ തന്നെ ഉണ്ട്. ഡർട്ടിനൊന്നുമില്ല, കമ്പാരറ്ററിന് ഒരു മാറ്റമില്ല. വേറെ മാറ്റമുണ്ട്, ഷവറിൽ മാറ്റമുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഡാറ്റ പാക്കിട്ട് കളിച്ചാൽ ഇങ്ങനെ ആയിരിക്കും നമുക്ക് കിട്ടുക. അത് നിങ്ങൾ ഡാറ്റ പാക്ക് ഇടാതെ കളിച്ചാലും എങ്ങനെയായാലും ഒരേ തന്നെ. ഇതാണ് ഡാറ്റ പാക്ക് ഇട്ടാനുള്ള കുഴപ്പം എന്താ വെച്ചാൽ ഇതുണ്ടോ ഇച്ചിരി കൂടി വിയേർഡ് ടൈപ്പായി പോകും. നമ്മുടെ ഈ റെഡ് സ്റ്റോൺ ലാമ്പൊക്കെ റെഡ് കളറാണെങ്കിൽ ഈ ടെക്സ്ചർ പാക്ക് ഇട്ട് ഈ ഒരു ഡാറ്റ പാക്ക് ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടോ അങ്ങനെ ഇപ്പോൾ ഈ കളറായി പോകും. ലൈറ്റ് എത്തുമ്പോൾ കുഴപ്പമില്ല, പക്ഷേ ലൈറ്റ് കത്തുമ്പോൾ ഒരു കുഴപ്പമുണ്ടാവില്ല, പക്ഷെ അല്ലാത്തപ്പോൾ ഭയങ്കര ഇതാകും. റോബോട്ടിക് സാധനമല്ലേ കണ്ടോ. അപ്പോൾ പിന്നെ കുറച്ചൊന്നും ഇതിനകത്ത് അപ്ഗ്രേഡും ചെയ്തിട്ടില്ല കണ്ടോ. ചെറുതിനകത്ത് പിസ്റ്റണൊക്കെ ഒബ്സർവറൊക്കെ ഇതുപോലെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഇത് വലിച്ചെടുത്ത് ദൂരെ കളിയാൻ തോന്നുന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഇറ്റ്സ് മീ ഹംദാൻ. അസ്സലാമു അലൈക്കും.